നമസ്കാരം. ഞാൻ ഇന്നിരിക്കുന്നത് ബാലിയിൽ ഒരു പവിത്രമായിട്ടുള്ള തീർത്ഥസ്ഥാനത്തിലാണ്. ഇതിന് തീർത്ഥ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ബാലിയിൽ ഇവിടെ വരുന്നത് കാണേണ്ടതാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്യൂരിഫിക്കേഷൻ എന്നൊരു ചടങ്ങായിട്ടാണ് ഇവർ വരുന്നത്. അവർ ഒരു പദ്ധതി പ്രകാരമാണ് ഇവിടെ വന്നിട്ട് ഈ അമ്പലത്തിൽ വന്നിട്ട് തൊഴുതിട്ട് ഇവിടെ തീർത്ഥങ്ങളുണ്ട്, ധാരാളം തീർത്ഥങ്ങളുണ്ട്. ആ തീർത്ഥങ്ങൾ ഓരോന്നായിട്ട് കുളിച്ചിട്ട് അവർ ലാസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് ഓഫർ ചെയ്യുന്നു, പ്രേയേഴ്സ് ഓഫർ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ചുറ്റും വനമാണ്, അതിൻ്റെ നടുക്ക് ഒരു ചില പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ഇതിന് തീർത്ഥ ടെമ്പിൾ എന്നാണ് പറയുന്നത് ബാലിയിൽ. ഇത് വരാതെ പോവാത്ത ആരും ഉണ്ടാവില്ല, അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എനിക്ക് ഒരു കഥാമൃതത്തിന് വേണ്ടി ഒരു കഥ പറയാനാണ് തോന്നുന്നത്. അപ്പോൾ ആ കഥ പറയുന്ന സമയത്ത് എനിക്ക് സ്വാമി വിവേകാനന്ദൻ്റെ കഥയാണ് വരുന്നത്. സ്വാമി വിവേകാനന്ദൻ ഒരു പ്രാവശ്യം ഈ യാത്രയിൽ ടോക്കിയോയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ജപ്പാനിൽ. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം ട്രെയിനിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാമിജിക്ക് ആ ട്രെയിൻ യാത്രയുടെ സ്പീഡിൽ ഒന്നും തന്നെ കഴിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് അടുത്തുള്ള ആളെടുത്ത് പറഞ്ഞു, ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഫ്രൂട്ട്സ് ഒന്നും കിട്ടുന്നില്ലേ, ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റേഷനിലും ഞാൻ ഒരു ഫ്രൂട്ടിൻ്റെ കട പോലും കണ്ടിട്ടില്ല, ഒരു വെണ്ടറിനെ പോലും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം അതിൻ്റെ അടുത്തുള്ള ഒരു ജപ്പാൻകാരൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് കേട്ട് ആ യുവാവ് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഉടനെ വേണ്ട ഫ്രൂട്ട്സിൻ്റെ ഒരു കൊട്ടയായിട്ട് സ്വാമിജിയുടെ മുമ്പിൽ വരികയാണ്, സ്വാമിജിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സ്വാമിജി ഇത് സ്വീകരിക്കണം. അപ്പോൾ സ്വാമിജി പറയുകയാണ്, ഇതിൻ്റെ വില എത്രയാണ്, ഞാൻ എത്ര കാശാണ് ഇത് കൊടുക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിന് കാശൊന്നുമില്ല. സ്വാമിജി ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്, ആ നാട്ടിൽ പോയിട്ട് ഇവിടെ ഫ്രൂട്ട്സ് കിട്ടുന്നില്ല എന്ന് ഒരിക്കലും പറയരുത്. ഇത് ജപ്പാനാണ്, ഇത് എൻ്റെ ദേശമാണ്, ഈ നാട്ടിൽ ഫ്രൂട്ട്സ് കിട്ടുന്നില്ല എന്ന് സ്വാമിജി ഒരിക്കലും പറയാൻ പാടില്ല. അതുമാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ, ഇത് എൻ്റെ സൗജന്യമായിട്ട് സ്വാമി സ്വീകരിക്കണം എന്ന് അദ്ദേഹം അത് സ്വാമിജിക്ക് സമർപ്പിക്കുകയാണ്. ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അവരുടെ ദേശസ്നേഹമാണ്, ജപ്പാൻകാരുടെ ദേശസ്നേഹമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഈ പവിത്രമായിട്ടുള്ള ഈ സ്ഥലത്തിൽ എനിക്ക് നമ്മുടേതായിട്ടുള്ള യോഗിവര്യന്മാരുടെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ചത്. ഇവിടെ വരുന്ന ആൾക്കാർ ഇങ്ങനെ തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാർ ഇങ്ങനെയാണ് വരുന്നത്. ഈ ടൈപ്പ് ഡ്രസ്സ് ധരിക്കണം. ഞാനിപ്പോൾ ധരിച്ച ഡ്രസ്സാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ്. ഇവിടെ ധരിക്കാതെ ഈ അമ്പലത്തിൽ കയറാൻ സാധിക്കില്ല. ഇതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.